മഞ്ഞച്ചിടുങ്കോ മാധവണ്ണ, വന്നത് മാധവണ്ണനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. മഞ്ഞച്ചിടുങ്കോ. ഇത് യാരെന്ന് തെരിയുവാ? കടവുൾ, എന്നോട് കടവുൾ. ഏണ്ടാ നോക്കി നിൽക്കുന്നത്? വേഗം പോയി ചെയർ കൊണ്ടുവാ, വേഗം. ആ കുറുവിള ജോർജിന് വേണ്ടി ആയിരുന്നെങ്കിൽ എന്തിനാ മാധവണ്ണൻ തന്നെ നേരിട്ട് വന്നത്? ഒന്ന് ഫോൺ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങോട്ട് എത്തിക്കുമായിരുന്നല്ലോ ഞാൻ അവരെ. പണ്ട് തലശ്ശേരി മംഗലാപുരം റൂട്ടില് ബിസിനസ് നടത്തിയിരുന്ന എന്റെ ലോറികൾ മുഴുവൻ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വലിയ കേസ്. കാസർഗോഡായിരുന്ന എന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കസ്റ്റഡിയിലെടുത്തു. നേരെ കോർട്ട്, ജയിൽ. അണ്ണ, ഒരു മുൻപരിചയം ഇല്ലാതെ എന്നെ സഹായിച്ചത് ഈ മാധവണ്ണനാ. അതൊക്കൊരു പ്രത്യുപകാരം. അന്ത കടവുളെത്താൻ മാധവണ്ണ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയത്. ഡേ, കൊണ്ടുവാടാ MLA-കളെ. മാധവണ്ണൻ എനക്ക് കടവുൾ. അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ അവിടെ വന്ന് വിട്ടു ഞാൻ. മനസ്സിലായോടാ കാലുമാറി നായ്ക്കളെ? നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല, പുറപ്പെടാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള മാധവേട്ടനൊന്ന് കേൾക്കണം. ജയിച്ചാൽ തീർച്ചയായിട്ടും മന്ത്രിയാക്കാം എന്നായിരുന്നു മുന്നണി കൺവീനറും പ്രദേശ് കമ്മിറ്റി പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി ലീഡറും ഇലക്ഷന് മുമ്പ് എനിക്ക് തന്ന വാക്ക്. ഭരണം കിട്ടിയപ്പോ എല്ലാവരും മറന്നു. ആ തെറ്റ് തിരുത്തണം. അവരെനിക്ക് തന്ന വാക്ക് പാലിക്കും എന്ന ഉറപ്പ് മാധവേട്ടൻ ഇപ്പൊ എനിക്ക് തരണം. മാധവേട്ടൻ പറഞ്ഞാൽ CM കേൾക്കും. റവന്യൂ വകുപ്പ്, അതാണ് എന്റെ സ്വപ്നം. അങ്ങനെ ഒരു ഉറപ്പ് കുരുവിളക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും.